ക്വസ്റ്റ്യൻ ടാഗ് അത്യാവശ്യം അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നില്ല, മുൻവർഷ ചോദ്യങ്ങളിലേക്ക് നേരിട്ട് പോവാം. മറിച്ച് അറിയാത്തവരാണെങ്കിൽ, തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു ക്വസ്റ്റ്യൻ ടാഗിലെ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസിൽ എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണോ എന്ന് തിരിച്ചറിയാം. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ സെൻറ്റൻസിൽ നോട്ട് എന്നുള്ള വേർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമായ ഇൻറ്റ് അതുണ്ടാവും. ഇനി അതുമല്ലെങ്കിൽ സെൻറ്റൻസിൽ ഈ തന്നിരിക്കുന്ന നെഗറ്റീവ് വേർഡ്സ് ഉണ്ടാവും. അതായത് നോ, നോട്ട്, നിൽ, നെവർ, നൺ, നൺ ഓഫ്, നെയ്തർ, നോർ, നോ വൺ, നത്തിങ്, നോബഡി, നോവെയർ, ഹാർഡ്ലി, സ്കെയർലി, റെയർലി, ബെയർലി, ഫ്യൂ, ലിറ്റിൽ, സെൽഡം. ഇതിലേതെങ്കിലും ഒരു വേർഡ് സെൻറ്റൻസിലുണ്ടെങ്കിൽ നമ്മളെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒരു വേർഡ് സെൻറ്റൻസിലുണ്ടെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരിബഡി, എവരി വൺ, സംബഡി, സം വൺ, എനിബഡി, എനി വൺ, നോബഡി, നോ വൺ, നൺ, നൈദർ, ഐദർ, ഈച്ച്, സം ഓഫ് ദം, ഓൾ ഓഫ് ദം എന്നീ സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ദേ ആണ് ടാഗിൽ വരുന്നത്. ഈ തന്നിരിക്കുന്ന സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ ആണ് വരേണ്ടത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. എവരി വൺ പാസ്ഡ് ദ ടെസ്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് കാണണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കണം ആദ്യം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും കാണുന്നില്ല സെൻറ്റൻസിൽ, അതുകൊണ്ട് സെൻറ്റൻസ് പോസിറ്റീവാണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് കൊടുക്കണം. അപ്പോൾ നോട്ട് വെച്ചിട്ടുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? വെർബിൻ്റെ ഏത് ഫോമാണ് വന്നിട്ടുള്ളതെന്ന് നോക്കുക. പാസ്ഡ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്, V2 ഫോം. ഡിഡ് പ്ലസ് പാസ് എന്നതാണ് പാസ്ഡ്. ഡിഡ് പ്ലസ് പാസ്. അപ്പോൾ ഡിഡ് വെച്ചിട്ടുള്ളതാണ് ആൻസർ വരേണ്ടത്. ഡിഡ് വെച്ചിട്ടുമായിരിക്കണം, നോട്ട് ചേർന്നതായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ഡിഡിൻ്റെ ദേ എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കുക. ദേ റെയർലി സ്പീക്ക് ഇംഗ്ലീഷ്. ഇതിൻ്റെ ടാഗാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ റെയർലി എന്ന നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട്, അപ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ വെർബിൻ്റെ V1 ഫോമാണ് വന്നിട്ടുള്ളത്, സ്പീക്ക്. അപ്പോൾ ഡു പ്ലസ് സ്പീക്കാണ് സ്പീക്ക്. ഇപ്പോൾ ഡു വെച്ചിട്ടുമായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് ഓപ്ഷൻ സി ഡൂ ദേ എന്നതാണ് ആൻസർ. ജോർജ് ഗേവ് യു എ ചെക്ക്. ഇതിൻ്റെ ടാഗാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവ് വേർഡ്സ് ഒന്നും കാണുന്നില്ല, അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസ്. അതുകൊണ്ട് നെഗറ്റീവ് ടാഗ് നോട്ട് വെച്ചിട്ടുള്ളതായിരിക്കണം നമ്മുടെ ആൻസർ. അതുപോലെ തന്നെ ഗിവ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് വന്നിട്ടുള്ളത്, അതായത് ഡിഡ് പ്ലസ് ഗിവ്, അതാണ് ഗെയ്വ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഡിഡ് വെച്ചിട്ടുമായിരിക്കണം, നോട്ട് വെച്ചിട്ടുള്ളതുമായിരിക്കണം. ഓപ്ഷൻ എ ഡിഡിൻറ്റ് ഹി എന്നതാണ് ആൻസർ. ദ ഗേൾ സിങ്സ് വെൽ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗാണ് ഇനി നമ്മൾ കാണേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ്, കാരണം നെഗറ്റീവ് വേർഡ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ നെഗറ്റീവ് ടാഗ് വേണം, നോട്ട് ഉള്ളത് വേണം നമുക്ക് ആൻസർ ആയിട്ട് വരാൻ. അതുപോലെ സിങ്സ് എന്നാണ് വന്നിട്ടുള്ളത്, അതായത് ഡസ് പ്ലസ് സിങ് ആണ് സിങ്സ്. അപ്പോൾ ഡസ് വെച്ചിട്ടുള്ളതായിരിക്കണം നമ്മളെ ആൻസർ. ഡസ് വെച്ചിട്ടുമായിരിക്കണം, നോട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ഡസൻറ്റ് ഷീ എന്നതാണ് ആൻസർ.
എവരിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി. ഇതിൻ്റെ ടാഗ് നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സെൻറ്റൻസ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ നെഗറ്റീവ് വേർഡ്സ് ഒന്നുമില്ല, സെൻറ്റൻസ് പോസിറ്റീവാണ്. അതുകൊണ്ട് നോട്ട് വെച്ചിട്ടുള്ളതായിരിക്കണം ആൻസർ. ഇവിടെ നമുക്ക് തെറ്റിപ്പോകാൻ വളരെ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ആദ്യം നോക്കുക വെർബിൻ്റെ ഏതാ ഫോമാണ്. അപ്പോൾ വാൺസ് കാണും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കും എന്താ, ഡസ് പ്ലസ് വാണ്ടാന്ന് വാൺസ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവരിബഡി എന്ന സബ്ജക്റ്റാണ് വന്നിട്ടുള്ളത്. എവരിബഡി വന്നു കഴിഞ്ഞാൽ നമ്മൾ ദേ വെച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. അപ്പോൾ ദേ എന്നത് പ്ലൂറലാണ്. അതുകൊണ്ട് ഒരിക്കലും ഡസ് പ്ലസ് പ്ലൂറൽ വരില്ല, ഡു പ്ലസ് പ്ലൂറലാണ് വരിക. അതുകൊണ്ട് ഡു വെച്ചിട്ടുള്ളതായിരിക്കണം ആൻസർ. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ടും ചേരണം. അപ്പോൾ ഓപ്ഷൻ എ ഡോണ്ട് ദേ എന്നതാണ് ആൻസർ. നോബഡി വാസ് പ്രസൻറ്റ് ഇൻ ടൈം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് കാണണം. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കുക. അപ്പോൾ ഇവിടെ നോബഡി എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സെൻറ്റൻസ് നെഗറ്റീവാണ്, പോസിറ്റീവ് ടാഗ് വേണം നമുക്ക് വെക്കാൻ. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, ഇവിടെ വാസ് എന്നാണുള്ളത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുക വാസ് വെച്ചിട്ടുള്ളതാണ് ആൻസർ എന്നായിരിക്കും. പക്ഷേ നോബഡി എന്ന സബ്ജക്റ്റ് വന്നതുകൊണ്ട് ദേ ആണ് ടാഗിൽ വരേണ്ടത്. അപ്പോൾ ദേ എന്നത് പ്ലൂറലായതുകൊണ്ട് വാസിൻ്റെ പ്ലൂറലായ വേർ വെച്ചിട്ടുള്ളതായിരിക്കണം നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ വേറിൻ്റെ ദേയും വേർ ദേയും ഉണ്ട്. പക്ഷേ ഇവിടെ നെഗറ്റീവ് ടാഗ് വന്നതുകൊണ്ട് നമുക്ക് ഈ നോട്ടുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി വേർ ദേ എന്നതാണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക.